ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. നല്ല രീതിയിൽ ചിരി കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡോടുകൂടി എങ്ങനെ മണ്ടത്തരം പറയാം എന്ന ഇതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ. അതായത് സഹോദരിയുടെ കുഞ്ഞ് എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കരുതെന്ന് ഒരൊറ്റ പരാമർശം കൊണ്ട് കേരളത്തിൻ്റെ മൊത്തം പഞ്ചായത്ത് കുഞ്ഞമ്മ, ഒരു സ്റ്റേറ്റിൻ്റെ കുഞ്ഞമ്മയായ നമ്മുടെ സ്വന്തം അല്ല, നമ്മുടെ സ്വന്തം അല്ല, നടൻ കൃഷ്ണകുമാറിൻ്റെ സ്വന്തം മൂന്നാമത്തെ പുത്രിയായ ഇഷാനി കൃഷ്ണയെ കുറിച്ചാണ് ഞാൻ ഈ ചെയ്യാൻ പോണ വീഡിയോ. ഓൾറെഡി ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ CBSE കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചർ മോശമായതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല, അതങ്ങ് വിട്ട് വെച്ച്. അപ്പം ഇഷാനി എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ Q&A പോയി നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, അവർ പറഞ്ഞതിനുള്ള റിപ്ലൈ അതിൽ തന്നെ ആളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സംസാരിക്കുന്നതായിരിക്കും. ആരും എഴുന്നേറ്റ് പോരുത്, കോമഡിയാണ്, അവിടെ ഒന്ന് ഇരുന്ന് question. What do you want Ozzy's baby to call you? ഷോ, എനിക്ക് എന്നെ കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. ലൈക്ക് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത്. എന്നുവെച്ചാൽ ഞാൻ ഇമ്മച്യൂറാണ്, അങ്ങനെയല്ല. എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്, എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ്. അതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ. ഐ ഡോണ്ട് മൈൻഡ്. ബിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയും. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട്, നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് കുഞ്ഞമ്മ ഉള്ളി. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും നമുക്കൊരു കോമഡിയാണ്, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ പേര് വിളിക്കാനായിരിക്കും പറഞ്ഞത്. എൻ്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ച് കാലം എടുക്കും, എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി, ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്, ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. സോ എന്നെ പേരായിരിക്കും ഞാൻ വിളിക്കാൻ പറയാം. ഇതിലിപ്പോൾ വലിയ അതിശയോക്തിയൊന്നുമില്ല, കാരണം കൃഷ്ണകുമാർജിയുടെ മക്കളാണല്ലോ. അപ്പം ഇതിനകത്തൊന്നും ഇല്ലയെന്ന് ഇഷാനി എടുത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ ഇതിനകത്ത് ചാണകമാണെന്ന് നിങ്ങളുടെ അച്ഛൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ചാണകങ്ങളാണെന്ന്, നമ്മളല്ല നിങ്ങൾ. അപ്പം അത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ തലയ്ക്കകത്ത് ചാണകമാണെന്ന്. അപ്പം അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ലോകത്ത് ഇതുവരെയും ഒരു കുഞ്ഞുങ്ങളും ജനിച്ച് ഈ സംസാരിക്കാറാവുമ്പോൾ അമ്മമാരെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഇനി നമ്മുടെ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഈ പുരോഗമനവാദം നല്ല രീതിയിൽ വരുന്ന, അതായത് അപ്ഡേഷനൊക്കെ നല്ല രീതിയിൽ വരുന്ന വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും സ്വന്തം മക്കളെ എന്നെ നീ അമ്മ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഓസിയുടെ കുഞ്ഞ് വിളിക്കുന്നത് പോട്ടെ, കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത് ചിലപ്പം ചിലർക്കൊന്നും പിടിക്കത്തില്ല. കുഞ്ഞമ്മ, എനിക്കിപ്പോൾ തന്നെ എനിക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കൊച്ചെന്നെ വലിയമ്മ എന്ന് വിളിച്ച് ചിലപ്പോൾ എനിക്കൊരു വിഷമമായിട്ട് തോന്നും. അപ്പം ഞാൻ വലിയമ്മ എന്ന് വിളിക്കേണ്ട, എന്നെ പേരമ്മ എന്ന് വിളിക്കാൻ പറയും. നമ്മൾ പേരമ്മ, വലിയമ്മമാരെ പേരമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. ചെറിയ കുഞ്ഞമ്മമാരെ കുഞ്ഞുമ്മ എന്നും, ഹിന്ദുസൊക്കെ ആണെങ്കിൽ ചിറ്റയെന്നും ചിറ്റമ്മയെന്നും അങ്ങനെയൊക്കെ വിളിക്കും. ഇതൊക്കെ നമുക്കൊരു നമുക്ക് വിളിക്കാൻ സുഖമുള്ള വാക്കുകളായിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവർക്ക് പിന്നെ അവർക്ക് എന്തും പറയാം, സെലിബ്രിറ്റികളാണ്, ഫാമിലിയുടെ സെലിബ്രിറ്റികളാണ്, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വഴിവെട്ടി വന്ന ആൾക്കാരാണ്, രാജകുടുംബമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പോലീസിനെ പറഞ്ഞ് വീട്ടിൽ വിടും, രക്തം തെറിക്കും, പിന്നെ അവിടെ ചോര പ്രളയമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. പക്ഷേ എന്തിരുന്നൊക്കെ പറഞ്ഞിരുന്നാലും സഹോദരിയുടെ കുഞ്ഞമ്മ എന്ന് വിളിക്കണ്ടെന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, കുഞ്ഞമ്മ എന്നോ ആൻറ്റി എന്ന് വിളിക്കണ്ട, പേര് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ കൈകൊട്ടി വിളിച്ചോട്ടെ, കാലാട്ടി വിളിച്ചോട്ടെ, എങ്ങനെയാണ് വിളിച്ചോട്ടെ, തെറി വിളിക്കാതെ എന്ത് വേണം വിളിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ സ്വന്തം കുഞ്ഞ്, അതും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല, എന്നെങ്കിലും കല്യാണം കഴിഞ്ഞ് എനിക്ക് കൊച്ചുങ്ങളായ എൻ്റെ കുട്ടികൾ പോലും എന്നെ അമ്മ എന്ന് വിളിക്കണം, എനിക്ക് പറ്റത്തില്ല. ആരാ പറയണേ? 25 വയസ്സുള്ള കുഞ്ഞു കുട്ടിയാണ് പറയണേ. 25 വയസ്സൊക്കെ കുഞ്ഞു കുട്ടിയാണിപ്പോൾ, മനസ്സിലായോ? 25 വയസ്സുള്ള കുട്ടി ഒരു കുഞ്ഞു കുട്ടിയായിട്ട് വേണം നമ്മൾ കാണാൻ. അതായത് ജനിച്ച് വീഴുന്ന പിഞ്ചു കുഞ്ഞ്, അതായത് നമ്മൾ നവജാത ശിശു, ഈ 25 വയസ്സുള്ള കുട്ടിയെ ഒരു കുട്ടിയായിട്ട് കാണണം, ഒരിക്കലും ഒരു മുതുക്കിയായിട്ട് കാണരുത്. അങ്ങനെ കണ്ടാൽ പാപം കിട്ടും, മനസ്സിലായോ? എന്തോ ഒരു കോമഡിയാന്ന് നോക്കണേ. അഹങ്കാരം ഒട്ടുമില്ല ഈ കുടുംബത്തിന്, ഒട്ടുമില്ല. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയൊരു കാര്യം പറയാം.
ഫുള്ള് ഇവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് പുച്ഛമാണ്. അതായത് ഇവരുടെ ഫാമിലി മാത്രം റിച്ചസ്റ്റ്, ഇവർ മാത്രം സ്റ്റാൻഡേർഡ്, ഇവർ മാത്രം രാജരക്തം, ബാക്കിയുള്ളവരുടെ അടുത്ത് മൊത്തം, ബാക്കി മനുഷ്യരുടെ അടുത്ത് മൊത്തം ഇവർക്ക് പുച്ഛമാണ്. അത് ഇവരുടെ അമ്മ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ആ ആൻറ്റി, സിന്ധു ആൻറ്റി, എനിക്ക് ആൻറ്റി എന്ന് വിളിക്കാൻ കേട്ടോ, എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. ആ ആൻറ്റി ഇതിന് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സാണ് അവരെ വിമർശിക്കുന്നതെന്ന്. അപ്പോൾ ഇവരുടെ 4 മക്കളും ചെയ്യുന്ന എന്താണ്? യൂട്യൂബ് അല്ലേ? അഹാനി ആവട്ടെ, ഓസി ആവട്ടെ, ഇഷാനി ആവട്ടെ, ഹൻസിക ആവട്ടെ, ഇവർ 4 പേരും, ഇവർ 6 പേരും, അച്ഛൻ അമ്മ ഉൾപ്പെടെ 6 ചാനലുള്ളവരാണ് മറ്റുള്ളവരെ ഇരുന്നുകൊണ്ട് കുറ്റം പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരം ഒട്ടുമില്ല കുട്ടികൾക്ക്, പാവം കുട്ടികളാണ്. പിന്നെ അമ്മ എന്നുള്ള വാക്കിൻ്റെ വില അറിയണമെങ്കിൽ അനാഥ കുട്ടികളുടെ അടുത്തൊക്കെ പോകണം. നമ്മൾ അനാഥാലയങ്ങളിൽ വളരുന്ന കുട്ടികളുടെ അടുത്ത് പോകണം. അവർക്ക് എത്രത്തോളം അമ്മ എന്ന് വിളിക്കാൻ കൊതി ഉണ്ടാവുന്നറിയാം. പിന്നെ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് അമ്മ എന്നുള്ള വിളി കേൾക്കാൻ കൊതിക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ ഈ IVF ഒക്കെ ചെയ്യുന്ന സെൻറ്ററുകളിൽ പോകണം. ഹോസ്പിറ്റൽ കുട്ടികൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ദമ്പതികളുടെ അടുത്ത് ചെന്ന് ചോദിക്കണം, അമ്മ എന്നുള്ള വിളിക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ഛ എന്നുള്ള വിളിക്ക് വേണ്ടി എത്ര നാളായിട്ട് അവർ കാത്തിരിക്കുകയാണെന്ന്. അപ്പം ഇഷാനി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇഷാനി ഒരിക്കലും ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇഷാനി. കൃഷ്ണകുമാർ ജിയോടും ഭാര്യ സിന്ധു കൃഷ്ണയോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കരുത്. കാരണം കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അബദ്ധവശാൽ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ കാത്തിരിക്കുന്നവർക്ക് ദൈവം മക്കളെ കൊടുക്കത്തില്ല. ഇതിനൊക്കെ ചിലപ്പോൾ വാരിക്കോരി കൊടുത്തെന്ന് വരാം. അപ്പം അബദ്ധവശാൽ ഇതിൻ്റെ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ആ കുഞ്ഞിതിനെ അമ്മ എന്ന് വിളിച്ചാൽ ഇത് ഭ്രാന്തെടുത്താൽ കൊച്ചിനെ വല്ലതും ചെയ്യും. കാര്യം ഇത് ഒരിക്കലും ഒരു കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങളുടെ മോളെ, 3ാമത്തെ മകളെ കെട്ടിച്ചുവിടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു കുടുംബത്തോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാര്യം ആ കെട്ടാൻ പോണ ഭാവിയിൽ ആരുടെ തലയിലാണോ എന്തോ ആവണം, ആ കെട്ടാൻ പോണ ചെറുക്കൻ്റെ കുടുംബം രക്ഷപ്പെടും. പിന്നെ ഈ ഇഷാനി ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പണ്ട് സിന്ധു കൃഷ്ണ, അതായത് ഇഷാനിയുടെ അമ്മ, എനിക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ 4 പേരും ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ 4 മക്കളുടെ അമ്മ എന്നുള്ള വിളി അത്രയും പ്രൗഡാണ്, അവർക്കത് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഓരോരുത്തർ പുരോഗമനവാദം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ? പക്ഷേ ഐശ്വര്യ റായ് പോലും സ്വന്തം കൊച്ചിൻ്റെ അടുത്ത് പറയൂലേ എന്നെ അമ്മ എന്ന് വിളിക്കില്ലെന്ന്. ഞാൻ കേട്ടിട്ടില്ല ഐശ്വര്യ റായ് ഒന്നും ഇങ്ങനെ വന്നിരുന്ന് തള്ളുന്നത്. എന്തായാലും അത്രത്തോളം ഒന്നും വരില്ലല്ലോ ഇതൊന്നും. അഹങ്കാരം നിറുകന്തലയ്ക്ക് പിടിച്ച ഇങ്ങനത്തെ ഒരു കുടുംബം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോലുള്ള ഓരോ പ്രേക്ഷകരുമാണ് ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവരുടെ ഈ തള്ളും ചാടയൊന്നും കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മളങ്ങ് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇവളൊക്കെ എന്തിട്ടാലും നമ്മൾ പോയി വായും പൊളിച്ച് കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെയൊക്കെ വിജയത്തിൻ്റെ രഹസ്യം. അതാണ് അവർ തുമ്മിയാലും ബാത്റൂമിൽ പോയാലും തലയിൽ നിന്നൊരു മുടി പിഴുതു പോയാലും അതൊക്കെ കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാണാൻ ആളുകൾ കുത്തിയിരിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണാൻ ആൾക്കാരുള്ളത് തന്നെയാണ് അവരുടെ അഹങ്കാരത്തിൻ്റെ കാരണം. പിന്നെ എന്തായിരുന്നാലും ഈ ദിയ കൃഷ്ണ പ്രസവിക്കുകയാണെങ്കിൽ കൊച്ചിനെ ഒരു നേരം തമാശയ്ക്ക് പോലും നോക്കാൻ ഈ ഇഷാനി ഏൽപ്പിക്കരുത്. അത് ആൻറ്റിയെ നിങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശന്നിട്ട് അമ്മ നിങ്ങാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവളെന്ത് ചെയ്യും എന്നൊരു പിടുത്തമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇതിനെ ഏൽപ്പിക്കരുത്. പിന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, സ്വന്തം കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ട്. അത് എവിടത്തെ നാട്ടു നടപ്പ്, എന്തൊരു കാര്യം. നമുക്കൊക്കെ നമ്മുടെ മക്കളെ ഇഷ്ടം, മറ്റുള്ള മക്കളെ ഇഷ്ടമാണ്, എല്ലാ മക്കളും ഒരുപോലെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് സ്വന്തം കൊച്ചുങ്ങളെ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ മക്കളെ ഇഷ്ടമാണ്. ഞാനിതിനൊക്കെ എന്താ പറയണം. ഇപ്പോൾ ഈ മദർ തെരേസ എന്ന് പറയുന്ന നമ്മുടെ അമ്മയുണ്ടല്ലോ, ലോകത്തിൻ്റെ മൊത്തം അമ്മയാണ് മദർ തെരേസ. ഈ ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തിയിട്ടാണ് അവർ ഈ ലോകത്തിൻ്റെ മൊത്തം അമ്മയായത്. അവരെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും രൂപക്കൂട്ടിൽ കയറ്റി വെച്ച് നമ്മൾ ആരാധിക്കാനുള്ള പുണ്യാത്മാക്കൾ തന്നെയാണ് കേട്ടോ. മദർ തെരേസയൊന്നും ആവണ്ട, എങ്കിലും സ്വന്തം കൊച്ചുങ്ങൾ അമ്മ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്നൊരു ലേഡി പറഞ്ഞു കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആറ്റിലും തോട്ടിലും ഒക്കെ എറിഞ്ഞ് കൊല്ലുന്ന അമ്മമാരുള്ള രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അപ്പം പിന്നെ അവിടെ ഇതിങ്ങനെയൊക്കെയുള്ള ഇതിപ്പോൾ ഒരു വർത്താനമല്ലേ പറഞ്ഞുള്ളൂ, എന്നെ അമ്മ എന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല എന്ന്. അപ്പം അമ്മ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയുള്ള കുടുംബമല്ലേ. എന്തായാലും അച്ഛന് 4 മക്കളാണ്. അപ്പം എന്തായാലും കുട്ടികൾ ഉണ്ടാവാതെ ഒന്നും ഇരിക്കില്ല. അപ്പം കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇഷാനി ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അത് ഒരു കുഞ്ഞ് ജനിക്കാൻ, അഥവാ ഭാവിയിൽ ഇഷാനിക്ക് അങ്ങനെ ജനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിച്ചാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പം കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇഷാനിയുടെ കുടുംബവും രക്ഷപ്പെടും, ആ കഴിക്കാനിരിക്കുന്ന പയ്യൻ്റെ കുടുംബവും രക്ഷപ്പെടും. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ എനിക്ക് 34 വയസ്സുണ്ട്. അപ്പോൾ എന്നെ ആരെങ്കിലുമൊക്കെ വന്ന് 20 വയസ്സുള്ള കുട്ടികളൊക്കെ എന്നെ ആൻറ്റി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ ആൻറ്റി എന്ന് വിളിക്കരുത്, എനിക്ക് 34 വയസ്സേ ആയിട്ടുള്ളൂ, 10-14 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, എന്നെ ആൻറ്റി എന്ന് വിളിക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ തലമണ്ട അടിച്ച് പൊളിക്കുന്ന കുട്ടികളാണ്, പച്ചത്തെറി വിളിക്കുന്ന പോടി
എന്ന് പറഞ്ഞൊരു വീഡിയോ ഭയങ്കര വൈറലാണ്. ഒരു കൊച്ചു ചെറുക്കൻ ബോഡി പൂ എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായതാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അങ്ങനെ നാക്കെടുത്ത തെറി മാത്രം വിളിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരെയും ഒരു പേടിയൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കും. ദൈവമേ തെറി വിളിച്ചില്ലല്ലോ, ആൻറ്റി എന്നാണല്ലോ വിളിച്ചതെന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞ് എന്നെ പേരെ വിളിക്കാൻ പാടുള്ളൂ, എന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റാന്നോ വിളിക്കാൻ പാടില്ല എന്നും, എൻ്റെ സ്വന്തം മക്കൾ എന്നെ അമ്മ എന്ന് വിളിച്ചാൽ പോലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് ഒരാളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ, 25 വയസ്സെന്ന് പറയുമ്പോൾ പക്വതയില്ലാത്ത പ്രായമൊന്നുമില്ല. ഇന്ന് 10-15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നല്ല പക്വതയാണ്. എൻ്റെ പാത്തുവിനൊക്കെ നല്ല പക്വതയുള്ള പിള്ളേരാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് കുട്ടികൾ ജനിച്ച് വീഴുന്നത് തന്നെ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലോട്ടാണ് വീഴുന്നത്. കൊച്ചു കുട്ടികൾ 6-7 മാസമായ പിള്ളേർ ഇൻസ്റ്റഗ്രാം തോണ്ടി കളിക്കുന്ന ഈ കാലഘട്ടത്തിൽ 25 വയസ്സെന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നല്ല മെച്യൂരിറ്റി ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ കുട്ടിയാണ്, എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ, ഞാൻ കുഞ്ഞാണെന്ന് ഇഷാനി സ്വയം പറഞ്ഞാൽ, ഇഷാനി ചിലപ്പോൾ ഇഷാനിയുടെ അമ്മയുടെ കുഞ്ഞായിരിക്കാം, അച്ഛൻ്റെ കുഞ്ഞായിരിക്കാം. ഞങ്ങൾക്ക് ഇഷാനിയെ കണ്ടിട്ടൊരു കുഞ്ഞായിട്ടൊന്നും തോന്നുന്നില്ല, നല്ല മുതുക്കിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ കുഞ്ഞാണ് എന്ന് നമ്മൾ പറയും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരുടെ മനസ്സിലുണ്ട്. പാടത്തും വരമ്പിലും ഒക്കെ ഓടിച്ചാടി കളിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി എല്ലാവരുടെ മനസ്സിലുണ്ട്. എങ്കിലും നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ നമ്മളെ ഇന്നത് വിളിക്കാമെന്ന് നമുക്ക് ആരുടെടുത്തും പോയിട്ട് പറയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂലേ. നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് വളർന്ന് വലുതായി വരുമ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനനുസരിച്ച് മാറും. നമ്മുടെ ഹോർമോൺ ചേഞ്ചസും ഋതുമതിയാവുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതും കുട്ടി ഉണ്ടാവുന്നതും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കുഞ്ഞിലെ അമ്മയും കുഞ്ഞുമൊക്കെ കളിക്കാറുണ്ട്, കഞ്ഞിയും കറിയും വയ്ക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മളിങ്ങനെ പാവക്കുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കാറുണ്ട്. അത് നമ്മുടെ പക്വത ഇല്ലാത്ത പ്രായം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വലുതായി നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ, നമ്മളിൽ നിന്നൊരു ജീവൻ വേർപെട്ട് കഴിയുമ്പോൾ, അതിനെ കൈ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോകം നമ്മുടേതല്ലാതായിട്ട് മാറും. നമ്മുടെ ലോകം മാറുകയാണ്. പിന്നെ നമ്മൾ വളരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ്. ഇത് ഞാൻ നോർമലായിട്ട് എന്നെ പോലുള്ള അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇഷാനിയെ ഞാനിതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ മക്കൾക്കൊപ്പം വളർന്നതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അമ്മയെന്നും ഉമ്മാന്നും മമ്മിയെന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഉള്ള നമ്മുടെ സന്തോഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും സിന്ധു കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും അഭിമാനിക്കാം. 4 മക്കളെ നിങ്ങൾ മത്സരിച്ച് പ്രസവിച്ച് വളർത്തി. ഇതൊരു മത്സരമല്ല എന്ന് പറയും പോലെ നിങ്ങൾ പെട്ടെന്ന് 4 മക്കളെ ജനിപ്പിച്ചു, നല്ല കാര്യം. പക്ഷേ മക്കളെ വളർത്തിയതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിവരവും കുറച്ച് ബോധവും, ഒരു സ്ഥലത്ത് എങ്ങനെ സംസാരിക്കണമെന്നും അഹങ്കാരം കുറച്ച് കുറയ്ക്കണമെന്നും, നമ്മളെല്ലാവരും നിൽക്കുന്നത് നിലത്താണെന്നും, എത്ര ഉയരത്തിൽ പറന്നാലും സമ്മാനം വാങ്ങാൻ നമ്മൾ നിലത്തിറങ്ങണമെന്നൊക്കെ മക്കളെ പഠിപ്പിക്കണമായിരുന്നു. ആരും ആർക്കും ഒപ്പം താഴെയുമല്ല, ആരും ആർക്കും മുകളിലുമല്ല, എല്ലാവരും നമുക്ക് ഒപ്പത്തിനൊപ്പമാണ്. ഇവിടെ വലിയവൻ ചെറിയവൻ അങ്ങനെ ഒരു വിഭാഗം ഇല്ല, നല്ലത് ചീത്തത് അങ്ങനെ ഒരു വിഭാഗം മാത്രമേ ലോകത്തുള്ളൂ എന്നും പറഞ്ഞ് പഠിപ്പിക്കണം. ഇനിയിപ്പോൾ രാജരക്തമായി പോയി, രക്തം തിളയ്ക്കുന്ന കുട്ടികളാണ് അവരുടെ വീട്ടിലുള്ളത് മൊത്തം. എന്തായാലും ഇവർക്കൊന്നും നല്ല ബുദ്ധി ഉണ്ടാവാനൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാര്യം ഉണ്ടാവില്ല. കാര്യം 25 വയസ്സായിട്ടുണ്ടാവാത്ത ബുദ്ധി ഇനി എപ്പോൾ ഉണ്ടാവാനാണ്. അപ്പോൾ എന്തായാലും കൃഷ്ണകുമാർ ജിക്കും സിന്ധു കൃഷ്ണയ്ക്കും ഒന്നും കൂടെ അഭിനന്ദനങ്ങൾ. ഇതുപോലെ തന്നെ മക്കളെ വളർത്തിയെടുക്കണം. എന്നിട്ട് ഈ മക്കളെല്ലാം കല്യാണം കഴിച്ച് ചെറുകുട്ടികളും കുഞ്ഞുകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മാന്നും ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ തല്ലി ചാവണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഡയലോഗ് അടിച്ച് ഞാൻ കരഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ, അത് തെറിയാണെങ്കിലും പ്രാക്കാണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടാറ്റ ബൈ ബൈ സി യു. ഇനി കൂടുതൽ നേരെ വരുന്ന പിന്നെ കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യം തള്ളാണല്ലോ, തള്ളി ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ഇട്ട് കാണാം ഗൈസ്. ഞാൻ എന്തായാലും തള്ളു കേട്ട എൻ്റെ ക്ഷീണം ഒരു കാപ്പി ഇട്ട് കുടിച്ച് തീർക്കട്ടെ. ടാറ്റ ബൈ ബൈ സി യു.